ഇത് എൻ്റെ വീട്ടിലെ ഒരു കുളമാണ്. അപ്പോൾ ഒരു നാച്ചുറൽ പോണ്ട് പോലെ 2006 സെറ്റ് ചെയ്തതാണിത്. തവളയൊക്കെ കരയുന്നുണ്ട്. രാത്രിയാകുമ്പോൾ ഇത് ഏത് വേനൽക്കാലത്തും തവളകളുടെ ഒക്കെ ശബ്ദം കേൾക്കും. നമുക്ക് ചൂടുള്ള അന്തരീക്ഷത്തിലൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ ഇത് കാണുമ്പോഴൊക്കെ ഒരു ചെറിയൊരു കുളിർമ ഫീൽ ചെയ്യും, സംഗതി ചൂടാണെങ്കിലും. അപ്പോൾ നമുക്ക് ഈ മഴക്കാലം തുടങ്ങിയിട്ട് ആകെ 3-4 മഴയാണ് കിട്ടിയത്. സത്യത്തിൽ മഴ ഒരുപാട് പെയ്തപ്പോൾ നമ്മളൊക്കെ ഭയപ്പെട്ടതാണ്. ആ കഷ്ടതകൾ നമ്മൾ അനുഭവിച്ചാണ്. കേരളം ഒന്നാകെ ദുരന്തങ്ങളായിരുന്നു. മഴ ഇല്ലാതാവുമ്പോൾ സത്യം നമുക്കൊക്കെ ഭയമാണ് എന്താവുമെന്ന്. ഒരു ദിവസം മഴ കുറയുമ്പോൾ തന്നെ അതികഠിനമായ ചൂട് അനുഭവപ്പെടുകയാണ്. ഇപ്പോഴും കിണറിൽ വെള്ളം ആവാത്ത എത്രയോ കിണറുകളുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, റോഡിൻ്റെ പണി നടക്കുന്ന സ്ഥലത്തൊക്കെ മണ്ണെടുത്ത ആ പ്രദേശത്തൊക്കെ ചില ഭാഗങ്ങൾ ഇപ്പോഴും നനയാൻ ബാക്കിയുണ്ട്, ഉണങ്ങിക്കിടക്കുന്ന. അപ്പം ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടില്ല. ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൽ നിനോ പ്രതിഭാസം, അത് അങ്ങനെ ഓരോന്നും പത്രങ്ങളിലും ന്യൂസുകളിലൊക്കെ അറിഞ്ഞ് ആകെ ഒരു ഭയപ്പാടിലാണ്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ, അല്ലെ പ്രകൃതിയുടെ താളം തെറ്റുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറയും മനുഷ്യൻ്റെ പ്രകൃതിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, എന്തൊക്കെയോ മാറ്റങ്ങളാണല്ലോ പ്രകൃതി മൊത്തം നമുക്ക് കാണാൻ കഴിയുന്നത്. പല പല കാര്യങ്ങളും ഇല്ലാതാവുകയും പുതിയതൊക്കെ സൃഷ്ടിക്കപ്പെടുകയൊക്കെ ചെയ്ത ഒരു ഗോളമാണല്ലോ ഭൂമി. അതുപോലെ എന്തൊക്കെയോ മാറ്റങ്ങൾ ഇനിയും വരുന്നുണ്ടെന്ന് ശാസ്ത്രലോകം പറയുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ കാലത്ത്, അല്ലെ നമ്മുടെ തലമുറകളുടെ കാലത്ത് ഇതൊക്കെ നന്നായിരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അങ്ങനെ ആയിരിക്കട്ടെ. അങ്ങനെ എന്നിരുന്നാലും മനുഷ്യനൊക്കെ ഒരുപാട് മാറിപ്പോയി. സ്നേഹങ്ങളും ബന്ധങ്ങളും അയൽവക്ക ബന്ധങ്ങളുമൊക്കെ ഇല്ലാതായ ഒരു കാലമാണ്. അയൽവക്കത്തെ വീട്ടിൽ ഭക്ഷണം കഴിച്ചോ എന്ന് അന്വേഷിക്കുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് അവിടെ ഏത് രീതിയിലുള്ള ഭക്ഷണമായിരിക്കും ഇന്ന് എന്നാണ് ചിന്തിക്കുന്നത്. അന്ന് അവിടെ കഞ്ഞി കുടിച്ചോ എന്നായിരുന്നു ആലോചിക്കുന്നത്. ഇന്ന് ഇവിടെ അരിയില്ലല്ലോ, അവിടെ ഉപ്പില്ലല്ലോ എന്നൊക്കെയായിരുന്നു. ഇന്ന് അവർ മന്തിയാണോ കഴിക്കുന്നത്, ഇനി ബിരിയാണിയാണോ, ഷവർമയാണോ, അവരിന്ന് സിനിമയ്ക്ക് പോകുന്നുണ്ടോ, ഇതൊക്കെ ചിന്തിക്കുന്ന കാലമായി. സംഗതി കാലത്തിനനുസരിച്ച് നമ്മൾ വളരുകയാണ്. പക്ഷേ എവിടെയൊക്കെയോ സ്നേഹങ്ങളും ബന്ധങ്ങളും ഒക്കെ അകന്ന് ഇല്ലാതായിപ്പോയിരിക്കും. ഇന്ന് ആധുനിക കാലത്ത് എല്ലാവർക്കും നേരമില്ലാത്ത അവസ്ഥയാണ്. ഒരു കലണ്ടർ, നമ്മളിപ്പോൾ 2026 കലണ്ടർ വാങ്ങി കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ പകുതി കഴിഞ്ഞു. ജൂലൈ 1 ഇന്ന്. അത്രയേറെ ഫാസ്റ്റാണ്. സമയം ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. ഒന്നിനും നേരമില്ല. നമ്മൾ ആസ്വദിച്ച് ജീവിച്ചിട്ട് എത്രയോ കാലങ്ങളായി. നമ്മുടെ ചെറുപ്പകാലത്ത് 70കളിൽ ജനിച്ച എനിക്കൊക്കെ, എന്നെ പോലുള്ളവർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ഭക്ഷണത്തിൻ്റെയും ഭക്ഷണ ഇല്ലായ്മയുടെയും വസ്ത്രത്തിൻ്റെയും ഒക്കെ ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ അറിഞ്ഞ് ജീവിച്ച ഒരു കാലഘട്ടമാണ്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. വെറുക്കുന്നുണ്ടെങ്കിൽ പറയണം, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതും പറയണം. ഓക്കെ, നന്ദി, നമസ്കാരം.